ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഗൾഫ് രാജ്യങ്ങളും ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഗൾഫ് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയായിരുന്നു ചെറിയ പെരുന്നാളെങ്കിൽ ബലിപെരുന്നാൾ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിനമായിരുന്നു. പ്രതിസന്ധികളെ ഓരോ തവണയും പ്രത്യാശ കൊണ്ട് അതിജീവിക്കുന്ന ഗൾഫ് ജനതയ്ക്ക് ഇത്തവണത്തെ ബലിപെരുന്നാൾ സമാധാനത്തിൻ്റെതായിരുന്നു. ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് നിയന്ത്രണങ്ങളില്ലാത്ത പെരുന്നാൾ ആഘോഷമായി മാറി. സാധാരണ പോലെ പള്ളികളിലും വിശാലമായ ഈദ്ഗാഹുകളിലുമായി വിശ്വാസികൾ പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടി. എന്നാൽ UAE-യിലും കുവൈറ്റിലും ഇത്തവണയും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. പള്ളികളിൽ മാത്രമായിരുന്നു പെരുന്നാൾ നമസ്കാരം ക്രമീകരിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ലഭിച്ച നീണ്ട അവധി പ്രവാസികൾക്ക് പ്രിയപ്പെട്ടവരെ കാണാനും ഒത്തുകൂടാനുമുള്ള അപൂർവ നിമിഷങ്ങൾ കൂടിയാണ് സമ്മാനിച്ചത്. ജോലി തിരക്കുകളിൽ നിന്ന് മാറി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനും ഒരുമിച്ച് യാത്രകൾ പോകാനുമുള്ള നിമിഷങ്ങളായി മാറി. പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിപുലമായ പെരുന്നാൾ ചടങ്ങുകളും സംഗമങ്ങളും ഗൾഫിലുടനീളം അരങ്ങേറി. നാട്ടിൽ നിന്ന് 2 ആഴ്ചയായി വന്നിട്ട്, കാരണം വളരെ ആശങ്കയുള്ള ഒരു സമയമാണ് ഇപ്പോഴും ലോകത്ത് തന്നെ. ആശങ്കകളൊക്കെ ഒഴിവാക്കി ഒരുപാട് പ്രത്യാശയുടെ സമയങ്ങളാണ് ചെയ്യുന്നത്. ലോക മുസ്ലിങ്ങൾക്കും ലോകത്തിൻ്റെ ജനങ്ങൾക്കും മാത്രമല്ല ഈ വേൾഡിൽ തന്നെ ഒരുപാട് കറക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കറക്ഷൻ ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. അതായത് ഒരു ന്യൂ ഹൊറൈസോൺ, പുതിയ വേൾഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ടും അനുസരി മൂല്യങ്ങളിലും ആ മൂല്യങ്ങളുടെ നമ്മുടെ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ വേൾഡ് ലീഡർ, മനുഷ്യൻ്റെ ആയിട്ടുള്ള വളരെ എല്ലാ വേദങ്ങളിലും പറയുന്ന ഒരു പ്രവാചകനാണ് അബ്രഹാം. ആ അബ്രഹാമിക് സംസ്കാരത്തിലൂടെ ഒരു പുതിയ കറക്ഷൻസ്, പുതിയ ഒരു വേൾഡ് വി ആർ എക്സ്പെക്ടിങ്. ബലിപെരുന്നാൾ ആഘോഷത്തിൽ ഒമാനും ഭക്തിസാന്ദ്രമായി. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിപുലമായ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സൊഹാറിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് പെരുന്നാൾ നമസ്കാരത്തിനായി എത്തിയത്. രാജകുടുംബാംഗങ്ങളും വിവിധ സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും സുൽത്താനെ അനുഗമിച്ചു. ഈ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെയും അതേപോലെ തന്നെ സന്ദേശത്തെയും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ നടപ്പിലാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 2-3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമതൊരു കാര്യം, ലോക ജനതയ്ക്കു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സുഭിക്ഷതക്കും അവരുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭം. ആ അർത്ഥത്തിൽ എല്ലാ വിശ്വാസി സമൂഹത്തിനും, സകല മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ നന്മ നിറഞ്ഞ ഈദാശംസകൾ അർപ്പിക്കുകയാണ്. രാജ്യത്തെ ഔക്കാഫ് മസ്ജിദുകളിലും പുലർച്ചെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പുലർച്ചെ തന്നെ ഒമാനിലെ മസ്ജിദുകളിലേക്ക് ഒഴുകിയെത്തിയത്. വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ മസ്ജിദുകളിലും വലിയ ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഒമാനിലെ മലയാളി കുടുംബങ്ങളും കൂട്ടായ്മകളും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് പെരുന്നാൾ അവധി ആഘോഷമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചുവരുമെന്ന വലിയ പ്രത്യാശകൾക്കിടയിലാണ് ഖത്തർ ഇത്തവണ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. പ്രാദേശിക സമയം രാവിലെ കൃത്യം 5 മണിക്ക് തന്നെ രാജ്യത്ത് ഈദ് നമസ്കാരം നടന്നു. നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ ബലിപെരുന്നാളിനെ വരവേറ്റ സന്തോഷത്തിലായിരുന്നു ഇത്തവണ ഖത്തറിലെ പ്രവാസി സമൂഹം. പെരുന്നാൾ നമസ്കാരത്തിനായി പുലർവേളയിൽ തന്നെ വിശ്വാസികൾ കൂട്ടത്തോടെ മസ്ജിദുകളിലേക്കും മൈതാനങ്ങളിലേക്കും ഒഴുകിയെത്തി. തക്ബീർ ധ്വനികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ സൃഷ്ടാവിന് മുന്നിൽ സാഷ്ടാംഗം സമർപ്പിച്ചതിന്റെ നിർവൃതി ഓരോ വിശ്വാസിയിലും പടർന്നു. 700-ലേറെ ഇടങ്ങളിലാണ് ഖത്തർ ഭരണകൂടം നമസ്കാരത്തിനുള്ള വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. പ്രവാസികളടക്കം 10,000-ങ്ങൾ ഈദ്ഗാഹുകളിൽ നമസ്കാരം നിർവഹിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ലുസൈൽ മൈതാനിയിലാണ് പ്രാർത്ഥന നിർവഹിച്ചത്. മേഖലയിൽ സമാധാനം തിരികെ വരട്ടെ എന്നാണ് ഖത്തർ അമീർ തന്റെ ഈദാശംസയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കുണ്ടായ എല്ലാ പ്രതിസന്ധികളെല്ലാം മാറി ഇന്നൊരു ഈദ്ഗാഹിൽ ഒത്തുകൂടിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും സ്ഥിരമായിട്ട് ഈദ്ഗാഹ് ഇവിടെ തന്നെ കൂടുന്നതാണ്. അപ്പം നല്ല സന്തോഷമുള്ള ദിവസമാണ്. പ്രവാസത്തിൽ നമുക്കൊരു ആഘോഷം എന്ന് പറയുമ്പം ഒരു ഈദ്ഗാഹിന് വരും. ഇവിടെ ഒരു ഒത്തുകൂടലാണ്. പ്രത്യേകിച്ച് അൽ അറബിൽ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു
ഒരു കൺസേൺ ഉണ്ടാവില്ല. നമ്മുടെ ഒരു സർക്കിൾ, ഫ്രണ്ട്സ്, ഇവിടെ എത്തിയിട്ട് നമ്മൾ റിലേഷനേക്കാളും നമ്മൾ സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ ഒന്ന് കാണാൻ രാവിലെ തന്നെ പെരുന്നാളിൻ്റെ ഇവിടെ ആകുമ്പോൾ പെരുന്നാൾ പറഞ്ഞാൽ നമുക്കൊരു ഏർലി മോർണിംഗ് ആണല്ലോ, 5 മണി 6 മണിയാകുമ്പം തന്നെ പെരുന്നാളങ്ങ് സ്റ്റാർട്ടായി ഓൺ ദ റോളായി. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഈ ഈദ്ഗാഹിലെത്തുമാണ് നമുക്ക് ഉണ്ടാകുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്രാവശ്യം ഈദ് അദ്ഹ പ്രവാസികൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഈദുൽ ഫിത്തറിനെക്കാളും. കാരണം വളരെ സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിൽ ആഘോഷിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമസ്കാരത്തിന് ശേഷം പ്രസംഗവും ശ്രവിച്ച് പ്രത്യാശയുടെ വാക്കുകളുമായി വിശ്വാസികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പെരുന്നാളാശംസകൾ കൈമാറി. വരും കാലത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാനായി മൊബൈൽ ക്യാമറകളിൽ അവർ ഒത്തുചേരലിന്റെ സെൽഫികൾ പകർത്തി. ഇത്തവണത്തെ പെരുന്നാൾ വളരെ സന്തോഷമുള്ള പെരുന്നാളാണ്. കാരണം കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമുക്കറിയാം ഇതുപോലെ ഒരു ഈദ്ഗാഹ് നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓണം ഈദ് എന്നാലും നമ്മളെല്ലാവരും കൂടിയല്ലോ. കഴിഞ്ഞ ഓണം ഈദ്ഗാഹ് ഉണ്ടായിരുന്നില്ല, നമ്മളെല്ലാവരും കൂടി ഒരുപാട് കാലത്തിന് ശേഷം നാട്ടുകാരെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ കാണുന്നത്. എല്ലാ കൊല്ലം വരാറുണ്ട്. കൊല്ലം വരാൻ പറ്റുമോ, അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നും ആശങ്കയുണ്ടായിരുന്നു. കുറച്ച് ഇതൊക്കെ സാധ്യമായി തന്നുള്ള ഒരു സ്ഥിതി. കാരണം നമ്മളെ ആൾക്കാരും എല്ലാവരും പ്രത്യേക ചുറ്റുപാടിലായിരുന്നല്ലോ ഇവിടെ കുറച്ച് കാലം. ഈ സമാധാനം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ എന്ത് ക്ഷീണം വന്നാലും നമുക്ക് കുടുംബത്തിലും നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിനൊക്കെ ഉണ്ടാകുന്ന വിഷമറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ശാന്തി തുടരട്ടെ, ഉടനെ ചുറ്റുപാട് പഴയമാതിരി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യുഎഇയിലും വിപുലമായാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ഈദ്ഗാഹുകളില്ലാത്തതിനാൽ രാജ്യത്തെ പള്ളികളിലാണ് വിശ്വാസികൾ ഒത്തുകൂടിയത്. കടുത്ത വേനൽ ചൂടിനിടയിലായിരുന്നു യുഎഇയിലെ ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ. പുലർച്ചെ മുതൽ തന്നെ പള്ളികൾ ജനനിബിഡമായി. ഈദ്ഗാഹുകൾ ഇല്ലാത്തതിനാൽ തന്നെ കൂടുതൽ പള്ളികളിൽ പ്രാർത്ഥനകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഷാർജ, ദുബായ് എമിറേറ്റുകളിൽ മാത്രം 1600-ലധികം പള്ളികളാണ് വിശ്വാസികൾക്കായി ഒരുങ്ങിയിരുന്നത്. യുഎഇയിൽ ചെറിയ പെരുന്നാളിനും നമസ്കാര പള്ളികളിലായിരുന്നുവെങ്കിലും പള്ളികൾക്ക് പുറത്ത് ഒത്തുകൂടാനോ പ്രാർത്ഥിക്കാനോ അന്ന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം കടുത്ത നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് പ്രവാസികൾക്ക് ആശ്വാസമായി. വലിയ തിരക്കാണ് എല്ലാ പള്ളികളിലും അനുഭവപ്പെട്ടത്. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പള്ളികളിൽ ഖുത്ബകൾ നടന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. വളരെ ഏറ്റവും നല്ല ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നല്ല സമാധാനത്തോടെ ഏറെ സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ബലിപെരുന്നാൾ കൂടി ഇവിടെ വന്നെത്തി എന്നുള്ളത്, അതിൽ ആരോഗ്യത്തോടു കൂടി അതിനാഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. അതാണ് വിശ്വാസികൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാനുള്ളത്. ഇന്നത്തെ ഖുതുബ വളരെ ആറ്റിക്കുറിച്ചെടുത്ത ഏറ്റവും നല്ല സംക്ഷിപ്തമായ ചില ഉപദേശങ്ങൾ. ഇബ്രാഹിം നബിയുടെ ജീവിതം തന്നെ വലിയ വിശാലമാണ്. എല്ലാ കാലത്തും പ്രസക്തമായ ഒരുപാട് സ്വഭാവ മൂല്യങ്ങളും സംസ്കാര മൂല്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നൊരു ജീവിതം. അതിലെ 2 ഏടുകൾ മാത്രമായിരുന്നു ഇന്നത്തെ ഖുതുബയിലുണ്ടായിരുന്നത്. ഒന്ന് സത്യസന്ധത, എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും ആവശ്യമുള്ള, എന്നാൽ പലരും കൈമോശം കൊണ്ടിരിക്കുന്ന ആ ഒരു വിശിഷ്ട ഗുണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വല്ലാതെ സത്യസന്ധനായിരുന്നു. ആ കുടുംബത്തോട് അതിനപ്പുറത്ത് ഏറ്റവും വലിയൊരു നാഗരികത ഈ ലോകത്ത് കടന്നു വന്നത് ആ ഒരു സത്യസന്ധതയുടെ അനന്തരഫലമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അത് വിശ്വാസികൾ കൂടുതൽ ആ ഒരു കാര്യത്തെ ഗൗരവത്തോടു കൂടി കണക്കാക്കണമെന്നായിരുന്നു ഇന്നത്തെ സംസാരങ്ങളിൽ മുഴുവൻ നമ്മൾ കാതോർത്തത്. ആ ഒരു നിലക്ക് അല്ലേ, രാജ്യത്തിന് ഈ ഒരു ഭരണാധികാരി, ഈ രാജ്യത്തിൻ്റെ ഒക്കെ ഭരണാധികാരികൾ ഈ രാജ്യത്ത് ഉള്ള എല്ലാവിധ സമ്പത്തും ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ പ്രൗഢിയും ഒക്കെ മുൻകഴിഞ്ഞു പോയ ഭരണാധികാരികളുടെ സത്യസന്ധതയുടെ ഫലമാണ്. ഇവിടുത്തെ പൂർവികരായ ഷെയ്ഖ് സായിദിനെ പോലുള്ള അവരുടെ കുടുംബം മുഴുവൻ അല്ലെ, ഷെയ്ഖ് മുഹമ്മദിൻ്റെയൊക്കെ പൂർവികന്മാരായ ആളുകളൊക്കെ ഹഫിളഹുമുള്ള റഹിമഹുമുള്ള, ഈ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കുമൊക്കെ അള്ളാഹു എല്ലാവിധ നന്മകളും അല്ലെ അവരുടെ ഇഹപര ജീവിതങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സുഖങ്ങളും സൗകര്യങ്ങളും. ഈ തലമുറയിലും ഈ സത്യസന്ധത നിലനിൽക്കുകയാണെങ്കിൽ വരും കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾക്ക് എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളായി ലോകത്തെ പഠിപ്പിക്കുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു. മേഖല കൂടുതൽ സമാധാനത്തിലേക്കും സ്ഥിരതയിലേക്കും എത്തുന്നതിന്റെ സന്തോഷം കൂടിയായിരുന്നു ഇത്തവണത്തെ ബലിപെരുന്നാൾ കാഴ്ചകൾ. കുവൈറ്റിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ പള്ളികളിൽ രാവിലെ 5:05 നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കുവൈത്തിലും ഈദ്ഗാഹുകളില്ലാതെ പള്ളികളിൽ മാത്രമായിരുന്നെങ്കിലും പ്രാർത്ഥനകളിൽ പ്രവാസികളുടെ വൻ പങ്കാളിത്തം ദൃശ്യമായി. സത്യസന്ധതയുടെയും ത്യാഗത്തിന്റെയും മഹനീയ മാതൃക ഉദ്ഘോഷിക്കുന്നതായിരുന്നു ബലിപെരുന്നാൾ ഗൾഫിലെ ഖുത്ബകൾ. ലോകത്തിന്റെ സമാധാനത്തിനു കൂടി വേണ്ടിയായിരുന്നു പ്രാർത്ഥനകൾ. ഗൾഫ് മേഖലയിലെ കലുഷിതമായ സാഹചര്യങ്ങൾ അവസാനിച്ച് വൈകാതെ പൂർണ്ണ സമാധാനം കൈവരും എന്നു തന്നെ പ്രതീക്ഷിക്കാം.